ഹലോ. ഇനി മുതലേ പപ്പായ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റും കൂടി അറിഞ്ഞ് കഴിക്കാം. കണ്ണിനും സ്കിന്നിനും ഒരുപോലെ നല്ലതാണ് പപ്പായ. പപ്പായയിൽ പപ്പെയിൻ എന്ന പേരിലുള്ള ഒരു എൻസൈമുണ്ട്. പ്രോട്ടീൻ്റെ ഡൈജഷന് ഇത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് മീറ്റൊക്കെ വേവിക്കുമ്പോൾ പപ്പായ ഇടുന്നത്. ഹൈ ഇൻ ഫൈബർ ആയതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പ്രിവെൻറ്റ് ചെയ്യാൻ പപ്പായ സഹായിക്കും. ഇതിൽ നിറയെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ബീറ്റ കരോട്ടിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊപ്പം തന്നെ വിഷനും ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. പപ്പായയിലെ പൊട്ടാസ്യം ഫൈബറും ബ്ലഡ് പ്രഷറിനെയും കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു മെയിൻ പോയിൻ്റ്, ഇത് ക്യാൻസറിൻ്റെ റിസ്ക് ലോവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പപ്പായയുടെ ബെനിഫിറ്റ് പറഞ്ഞാൽ തീരാത്തതാണ്. ഇനി പപ്പായ കഴിക്കുമ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചോളൂ. നമ്മുടെ പറമ്പിൽ നാടൻ പപ്പായയും റെഡ് ലേഡി പപ്പായയും നിറയെ ഉണ്ട്. റെഡ് ലേഡിയുടെ ഒരുപാട് വെറൈറ്റി പപ്പായ വെച്ചിട്ടുണ്ട്. ഈ പപ്പായ നോക്കൂ, ഇതിൽ എന്തുമാത്രം കുരുക്കളാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ കുരുക്കൾ നമ്മൾ വിത്തിന് വേണ്ടി എടുക്കാറില്ല. നമ്മൾ പപ്പായ തൈ മേടിച്ചിട്ടാണ് നടുന്നത്. കുരു മുളച്ച് വരുന്ന പപ്പായ അത്രയ്ക്ക് ഹെൽത്തി ആവാറില്ല. ഫാമിൽ ആവശ്യം പോലെ പപ്പായ ഉള്ളതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ പപ്പായ കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റാറുണ്ട്. നിങ്ങളും കിട്ടുമ്പോഴൊക്കെ പപ്പായ കഴിച്ചോളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.